ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ടു ആർ കെ ഫുഡ് ഫാമിലി. അപ്പോൾ ഞാനിന്ന് കാണിക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ മുളകിട്ടതിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം കണ്ടു നോക്കാം. അതിന് മുന്നായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കാണുന്ന ആ കുഞ്ഞ് ബെല്ലൈക്കണിൽ ഒന്ന് ഓപ്ഷനും കൂടെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 സവാളാണ്. മീഡിയം ലെവലിലുള്ള 2 സവാള കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഞാനൊരു 4 പച്ചമുളക് നെടുകെ കീറിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇതൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി നന്നായിട്ട് വഴണ്ട് വരണം. ലൈറ്റ് ഗോൾഡ് കളറാവുന്ന വരെ തന്നെ ഉള്ളി വാട്ടിയെടുക്കണം. എന്നാൽ മാത്രമേ കറിക്ക് നല്ല രുചി ഉണ്ടാവുകയുള്ളൂ. ഇനി നമുക്ക് ചെമ്മീൻ നോക്കാം. ഞാനൊരു 250 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ടാവും. മിക്കതും ഞാൻ തലോട് കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. തലോട് കൂടി എടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കറിക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തലോട് കൂടി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഞാനിതിൻ്റെ വെയിനൊന്നും കളഞ്ഞിട്ടില്ല. നമുക്ക് അത്ര ബുദ്ധിമുട്ട് വരാറില്ല. പക്ഷേ നിങ്ങൾ എടുക്കുമ്പോൾ എന്തായാലും ഇതിൻ്റെ വെയിനൊക്കെ ഒന്ന് കളഞ്ഞ് നല്ല ക്ലീൻ ആക്കി എടുക്കണം. ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നല്ല ഗോൾഡ് കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാവണം ഉള്ളി. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് എരിവുള്ള മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടിയല്ല. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഞാൻ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ മല്ലിപ്പൊടി ഒരുപാട് ചേർക്കുന്നില്ല. ഇതിലേക്ക് മല്ലിപ്പൊടി ഒരുപാട് ആവശ്യമില്ല. ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ചേർത്ത് കൊടുത്തു എന്ന് മാത്രം. മല്ലിപ്പൊടി കുറേ ആയിട്ടുണ്ടെങ്കിലും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടിയും ചേർത്ത് കൊടുത്താലും മതിയും, എരിവിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ. ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു 2-3 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പ്രത്യേകിച്ച് മല്ലിപ്പൊടിയൊക്കെ ആകുമ്പം നന്നായിട്ട് പച്ചക്കുത്തലുണ്ടാവും. അതൊക്കെ നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് തക്കാളിയാണ്. ഞാൻ ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയൊരു തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തക്കാളിയൊക്കെ ഒന്ന് ഉടങ്ങി വരുന്നത് വരെ നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് കുക്കാക്കിയെടുക്കാം. ഇപ്പോൾ അത് തക്കാളിക്ക് അത്യാവശ്യം കുക്കായിട്ടുണ്ടാവും. നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇപ്പോൾ തക്കാളിക്ക് അത്യാവശ്യം നല്ലതായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ആ തവി കൊണ്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുത്താൽ മതി. അതൊന്ന് നന്നായിട്ട് അലിങ്ങി വന്നോളും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ചെമ്മീനാണ്. നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഈ തലോട് കൂടി ചേർക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ചെമ്മീൻ. ചെമ്മീൻ്റെ തല വെച്ച് മാത്രം കറി ഉണ്ടാക്കാം. അതും ഭയങ്കര ടേസ്റ്റാണ്. ചെമ്മീൻ്റെ തല ഫ്രൈ ആക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ചെമ്മീൻ്റെ തല എങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അത് കളയാതെ കറിയിൽ തന്നെ ചേർക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൂടെ ഞാൻ ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മുളകിട്ട കറിയാണല്ലോ, അപ്പോൾ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഒരുപാട് തിക്കല്ല, എന്നാൽ ഒരുപാട് ലൂസും അല്ലാത്തൊരു കറിയാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്, ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കണേ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് കുക്കാക്കിയെടുക്കാം. ചെമ്മീന് വേവ് കുറവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായിക്കോളും. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് കുക്കാക്കിയെടുക്കാം. ഇപ്പോൾ ഇതാ ചെമ്മീനൊക്കെ വേവാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓപ്പൺ ആക്കിയിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ ചെമ്മീനും കൂടെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അത്യാവശ്യം ലൂസായിട്ടുണ്ട് ഇപ്പോൾ കറി. പക്ഷേ ചൂടാറുന്നതിനനുസരിച്ച് ഇത് അത്യാവശ്യം നന്നായിട്ട് തിക്കായിട്ട് തന്നെ വരും. ഒരു സെമി ഗ്രേവി ആയിട്ട് തന്നെ വരും. ഇനി 2-3 മിനിറ്റും കൂടി നമുക്കൊന്ന് കുക്കാക്കി എടുക്കാം. ഇപ്പോൾ അത് ചെമ്മീനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. ഒരു 7 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ചെമ്മീൻ വേവാൻ തുടങ്ങിയിട്ട്. അത്രയൊക്കെ ഉള്ളൂ ചെമ്മീൻ്റെ വേവ് എന്ന് പറയുമ്പോൾ. കൂടുതലിട്ട് വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെമ്മീൻ റബ്ബറായി പോവും. അതുകൊണ്ട് ഇത്ര മതി. ഇപ്പോൾ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തിക്നെസ് ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറുന്നതിനനുസരിച്ച് കറി നന്നായിട്ട് തിക്കായിട്ട് വരും. എന്നാൽ ഒരുപാട് തിക്കും അല്ല, ഒരുപാട് ലൂസും അല്ലാത്ത കറിയാണ്. ഒരു സെമി ഗ്രേവിയൊക്കെ ആയിട്ടുള്ള കറിയാണ്.
ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മതി. കറിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഇത് ഇറക്കി വെക്കാം. ഇപ്പോൾ ദാ കറിയൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഒരുവിധം ചൂടാറിയിട്ടുണ്ട്. ഞാൻ കറീൻ്റെ തിക്നെസ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതാ നന്നായിട്ട് തിക്കായിട്ടുണ്ട്. എന്നാൽ ഒരുപാട് കട്ടിക്കുമല്ല, അത്യാവശ്യം നന്നായിട്ട് തിക്കായിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചെമ്മീൻ മുളകിട്ടതാണ്. സിമ്പിളാണെങ്കിലും പക്ഷേ ഭയങ്കര ടേസ്റ്റാണ്. ചെമ്മീനെ കൊണ്ട് എന്തുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റാണല്ലോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഇങ്ങനെ ഒരു തവണയെങ്കിലും ട്രൈ ആക്കി നോക്കണം. വളരെ സിമ്പിളല്ലേ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കനിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്